ബിനിൽ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? നിലവിൽ എന്തായാലും ആംബുലൻസ് ഈ കല്ലറയ്ക്കരികിലേക്ക് എത്തിയിട്ടുണ്ട്. കല്ലറ പൊളിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ ശബ്ദമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കേൾക്കാൻ കഴിയുന്നുണ്ട്. അല്പസമയത്തുള്ളിൽ തന്നെ മൃതദേഹം പുറത്തേക്ക് എടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രദേശവാസികൾ അധികം ആളുകളൊന്നും ഇവിടേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഒന്ന് രണ്ട് ആളുകളൊക്കെ ഇവിടേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഈ മൃതദേഹം ഇവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുമോ അത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമോ എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. നമുക്കിപ്പോൾ അനുമാനിക്കാൻ കഴിയുന്നത് മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്കിപ്പോൾ അനുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം. കാരണം ആംബുലൻസ് ഈ കല്ലറയ്ക്ക് അരികിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് എന്തായാലും ഒരു പ്രദേശവാസികൾ നിരവധി ആളുകൾ ഇവിടേക്ക്, അല്ലെങ്കിൽ നിരവധി ആളുകളില്ല, കുറച്ച് ആളുകൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. ചേട്ടാ, അടുത്ത് താമസിക്കുന്ന ആളാണോ? ഞാൻ തൊട്ടപ്പുറത്ത് താമസിക്കുന്നത്. ഇതൊരു അസ്വാഭാവിക തുടക്കത്തിൽ തോന്നിയിരുന്നോ? എന്താ അസ്വാഭാവികതയായിട്ട് പറയാനായിട്ട് കാര്യം, ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ആളുമായിട്ട് ബന്ധമുള്ള ആൾക്കാർക്ക് അത് കാണണം, അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. ഇവിടെ വന്നപ്പോൾ അതില്ല. അപ്പോൾ അവർ സ്വന്തമായിട്ട് അച്ഛൻ സമാധിയായി, അച്ഛൻ അവിടെ കൊണ്ടിരുത്തുന്നു, സുഗന്ധദ്രവ്യങ്ങളിട്ട് കുഴി മൂടുന്നു. അങ്ങനെ വരുമ്പോഴേതായാലും ഒരു അസ്വാഭാവികത തോന്നി. കാര്യം കുറച്ച് നാളായിട്ട് ഇദ്ദേഹത്തെ പുറത്ത് കാണാനും ഇല്ല. അപ്പോൾ അങ്ങനെ തോന്നി ചോദിക്കുമ്പോഴത്തേക്ക് ഇല്ല, അച്ഛൻ പറഞ്ഞു അങ്ങനെയൊന്നും ആരും കാണിക്കാനൊന്നും പറ്റില്ല, അച്ഛൻ പറഞ്ഞു അങ്ങനെ ആരും കാണിക്കേണ്ട. പക്ഷെ അപ്പം നമ്മൾ ചോദിച്ച ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അറിഞ്ഞറിഞ്ഞ് ഒരുപാട് ജനങ്ങളൊക്കെ വന്നു. അപ്പോൾ ചോദിച്ച ഒറ്റ ചോദ്യം ഇതേ ഉള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഗോപസ്വാമിയായിട്ട് ഇവിടെ നാട്ടുകാർക്ക് ഒരുപാട് ബന്ധമുണ്ട്. കാര്യം അങ്ങനെ ഇവിടെ ചുമട്ടുതൊഴിലാളിയായിരുന്ന ആളാണ്. ഹിന്ദുക്കളുമായിട്ടും മുസ്ലിമുമായിട്ടും ഒരുപാട് ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡിയെങ്കിലും കാണാനുള്ളൊരു അവകാശം നാട്ടുകാർക്കുണ്ട്. അപ്പോൾ അത് നിഷേധിക്കുന്നത് ശരിയല്ല. നിങ്ങൾ എന്തുകൊണ്ട് അത് അച്ഛൻ പറഞ്ഞിട്ട് ആരും കാണിക്കേണ്ടെന്ന് പറഞ്ഞു, അത് ശരിയല്ല. അവർ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് അത് അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞിട്ടാണ്. പ്രമേഹവും അതോടെ രക്തസമ്മർദ്ദം ഉണ്ടായിരുന്നു. അതിനുശേഷം അതിന്റെ ഇൻസുലിൻ അടക്കമുള്ള മരുന്നൊക്കെ ആരും അങ്ങോട്ട് വിടൂലായിരുന്നു. ബിനിലിന് കേൾക്കാമെന്നാണ് കരുതുന്നത്. എനിക്ക് തോന്നിപ്പോൾ ഈ ഘട്ടത്തിൽ ഇങ്ങനെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഈ കല്ലറ പൊളിച്ചപ്പോൾ അതിൽ മൃതദേഹം കണ്ടെത്തി, മൃതദേഹം ഇരിക്കുന്ന നിലയിലാണ് എന്നൊക്കെയുള്ള തരത്തിൽ വിവരങ്ങൾ വരുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായോ? നിങ്ങളൊരു കാര്യം, തീർച്ചയായിട്ടും ആതിര, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരം അതാണ്. ഈ കല്ലറ പൊളിച്ച് പൂർത്തിയായിരിക്കുന്നു. മൃതദേഹം അതിൽ കണ്ടെത്തി എന്നാണ് നമുക്കിപ്പോൾ അറിയുന്ന ഒരു വിവരം. അതിലുള്ളത് ഈ മൃതദേഹം ഇരിക്കുന്ന രീതിയിലാണ് മൃതദേഹം ഉള്ളത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന ഒരു കാര്യം. അത് അല്പസമയത്തിനുള്ളിൽ പുറത്തേക്ക് എടുക്കും. ആ നടപടി ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എന്തായാലും ഈ ഗോപൻ സ്വാമിയെ ആ കല്ലറയ്ക്കുള്ളിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം. അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്കിവിടെ ദൃശ്യങ്ങൾ കാണാം. ഈ കല്ലറയ്ക്ക് അരികിലായി തന്നെ അടുത്ത് തന്നെ ആംബുലൻസ് എത്തിച്ചിട്ടുണ്ട്. നേരത്തെ ഈ കല്ലറ തുറക്കുന്ന ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാമായിരുന്നു. നേരത്തെ നമ്മൾ തുടക്കത്തിൽ അവിടേക്ക് പോയെങ്കിൽ, പക്ഷേ ഇപ്പോൾ അവിടേക്ക് പ്രവേശനം നമുക്ക് ഇല്ല, ആർക്കുമില്ല. കാരണം പോലീസ് ഉദ്യോഗസ്ഥർക്കും മറ്റ് ഉദ്യോഗസ്ഥർക്കും മാത്രമാണ്. ഏറ്റവും പുതിയ വിവരം, ഈ കല്ലറ പൊളിച്ചു, കല്ലറയ്ക്കുള്ളിൽ മൃതദേഹം കണ്ടെത്തി എന്നൊരു സൂചന, അല്ലെങ്കിൽ അത്തരം വിവരം പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. മൃതദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ എവിടെ നിന്ന് മാറ്റാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇനി ചെയ്യാനുള്ള പോലീസിന്റെ നടപടി ശ്രീനിവാസർ തയ്യാറാക്കുക, അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുക, പോസ്റ്റ്മോർട്ടം നടത്തുക എന്നുള്ളതാണ്. പോസ്റ്റ്മോർട്ടം ഏറ്റവും പ്രധാനമാണ്. അതിൽ ഇവിടെ തന്നെ നടത്തുമോ എന്നുള്ള കാര്യത്തിലായിരുന്നു സംശയമുണ്ടായിരുന്നത്. വ്യക്തത വരേണ്ടത്. ഇപ്പോൾ നമുക്ക് അനുമാനിക്കാൻ കഴിയുന്ന കാര്യം, മൃതദേഹം ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും, അവിടെ വെച്ചാകും പോസ്റ്റ്മോർട്ടം എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. നേരത്തെ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ, കല്ലറ പൊളിക്കുന്ന ഒരു സ്ഥിതി വന്നാൽ അവിടെ തന്നെ വെച്ച് ഈ രാസപരിശോധനയ്ക്ക് ആവശ്യമുള്ള ആന്തരികാവയവങ്ങളുടെ സാമ്പിൾ ശേഖരിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇത് കുറച്ച് സെൻസിറ്റീവായ കേസാണ്. കാരണം വലിയ പ്രതിഷേധം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ ഏറെ സമയമെടുക്കുന്ന ആ രാസപരിശോധനയ്ക്ക് വേണ്ട കാര്യങ്ങൾ, ആന്തരികാവയവ സാമ്പിളുകൾ ശേഖരിക്കുന്നത് എളുപ്പമാണോ, അല്ലെങ്കിൽ അതിലൊരു പ്രശ്നമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ, ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുമ്പോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തുക എന്നുള്ളത് തന്നെയാണ് പോലീസിന് തീരുമാനമെന്നാണ് ഇപ്പോൾ അനുമാനിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചയായി നീണ്ടുനിന്ന സംശയം ഗോപൻ സ്വാമിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതായിരുന്നു. അല്പസമയം മുമ്പ് സംസാരിച്ച പ്രദേശവാസി പോലും പറഞ്ഞത്, ഇദ്ദേഹം മരിച്ചത് ആരും കണ്ടിട്ടില്ല, മകൻ മാത്രമാണ് കണ്ടത്. സമാധിയായി എന്ന പോസ്റ്റർ കണ്ടപ്പോൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ, സംശയങ്ങളൊക്കെ ഉണ്ടായത്. അത് മരണ സർട്ടിഫിക്കറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി ഗോപൻ സ്വാമിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പരാതിയുമായി നാട്ടുകാർ, പ്രദേശവാസികൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയതും. നിലവിൽ എന്തായാലും ഈ 7 ദിവസം നീണ്ടുനിന്ന ആ നാടകീയതകൾക്ക് അവസാനമായിരിക്കുന്നു. ഗോപൻ സ്വാമിയെ അടക്കം ചെയ്ത കല്ലറ പൊളിച്ചു, അതിൽ മൃതദേഹം കണ്ടെത്തി എന്നുള്ളതാണ് നമുക്ക് പോലീസിന് ലഭ്യമാകുന്ന വിവരം. അതിൽ ഏറ്റവും പ്രധാനം, അദ്ദേഹം ഇരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം
ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലവിൽ എന്തായാലും മൃതദേഹം അല്പസമയത്തിൽ തന്നെ ആംബുലൻസിലേക്ക് മാറ്റും. അതിന് പോലീസിന് പൂർത്തിയാക്കേണ്ട കാര്യം പ്രധാനപ്പെട്ടത് ഈ സീൻ മോസർ തയ്യാറാക്കുക, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. നിലവിൽ അതിന്റെ ഉദ്യോഗസ്ഥരെല്ലാം ഇവിടേക്ക് വന്നിട്ടുണ്ട്. രാവിലെ DYSP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വന്നു. RDOയുടെ ചുമതലയുള്ള സബ് കളക്ടർ OV ആൽഫ്രഡ് ഇവിടേക്ക് എത്തി. ഫോറൻസിക് ഉദ്യോഗസ്ഥരെത്തി. ഈ കല്ലറ പൊളിക്കുന്നതിനുള്ള ആ തൊഴിലാളികൾ ഇവിടേക്ക് എത്തി. എന്തായാലും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായി. കഴിഞ്ഞ 7 ദിവസം ഇത് പൊളിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പൊളിക്കാൻ അനുവദിക്കാതെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാക്കിയ ഈ സ്ഥലത്ത് ഏറെക്കുറെ ശാന്തമാണ്. ഇവിടെ യാതൊരുവിധ പ്രതിഷേധങ്ങളോ അനിഷ്ട സംഭവങ്ങളോ നിലവിൽ ഉണ്ടാകുന്നില്ല. എന്തായാലും നിലവിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ കല്ലറ പൊളിക്കുന്ന നടപടി പൂർത്തിയായിട്ടുണ്ട്. ഇനി പോലീസിന് സാങ്കേതികമായ കാര്യങ്ങൾ ചെയ്യുക, അതിനുശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗോപൻ സ്വാമി എങ്ങനെ മരിച്ചു, എപ്പോൾ മരിച്ചു, മരണകാരണം എന്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. പ്രധാനമായും പ്രദേശവാസികൾ ആദ്യഘട്ടം മുതൽ ഉന്നയിക്കുന്ന സംശയം ഇദ്ദേഹം മരിച്ചതിന് ശേഷമല്ല, ഇദ്ദേഹത്തെ ജീവനുള്ളപ്പോൾ തന്നെ ഇവിടേക്ക് എത്തി സ്ലാബിട്ട് മൂടി എന്ന ആരോപണം പ്രദേശവാസികൾ ഉന്നയിച്ചിരുന്നു. പോലീസിൽ പരാതിയായി നൽകിയിരുന്നു. അതിനുശേഷമാണ് പോലീസ് ഇതിൽ ഇടപെടുന്നതും പിന്നീട് കല്ലറ പൊളിക്കാനുള്ള ഉത്തരവുമായി, കളക്ടർ ഉത്തരവുമായി ഇവിടേക്ക് വരുന്നതും. പക്ഷേ അപ്പോഴൊക്കെ വലിയ പ്രതിഷേധം ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും, അതോടൊപ്പം തന്നെ ചില നാട്ടുകാർ, ചില സംഘടനകളൊക്കെ ഇവർക്ക് അനുകൂലമായി വരികയും കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. വലിയ പ്രതിഷേധമുണ്ടായി. പിന്നീട് പോലീസ് ഇവിടെ നിന്ന് മാറുകയാണ്. ആ മാറുന്ന ദൃശ്യങ്ങളാണ് അന്ന് നമ്മൾ കണ്ടത്. എന്തായാലും അതിനൊക്കെ വിരാമമായിരിക്കുന്നു. നിലവിൽ എന്തായാലും ഈ കേരളം മുഴുവൻ, അല്ലെങ്കിൽ മലയാളികൾ ഒന്നടങ്കം കാത്തിരിക്കുകയായിരുന്നു. കാരണം അധികം കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ് ഉണ്ടായത്. പിതാവ് മരിക്കുന്നു, സമാധിയായി എന്ന് അവകാശപ്പെട്ട് ആരും അറിയാതെ ആ മൃതദേഹം മറവ് ചെയ്യുന്നു. അതിനുശേഷം പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ മാത്രം ആളുകൾ അറിയുന്നു. അങ്ങനെ ഈ ഗോപൻ സ്വാമിയുടെ മരണത്തിൽ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ ആളുകൾ ഏറെ കാത്തിരിപ്പുണ്ടായിരുന്നു. കാരണം ഇതിൽ ഒരു അസ്വാഭാവികത എല്ലാവർക്കും തോന്നിയിരുന്നു. ആ അസ്വാഭാവികത തന്നെയാണ് ഇത്തരം പരിശോധന ഈ കാര്യങ്ങൾ എത്തിച്ചതും. നിലവിൽ എന്തായാലും ഏറ്റവും പുതിയ കാര്യം ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഈ കല്ലറയ്ക്കുള്ളിൽ കണ്ടെത്തി എന്നുള്ളതാണ്. അത് ഇപ്പോൾ പുറത്തേക്ക് എടുത്ത് അതിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കും. നിലവിൽ എന്തായാലും ഇരിക്കുന്ന രീതിയിലാണ്. അതായത് ഈ കല്ലറ തുടക്കം മുതൽ ആ ദൃശ്യം നമ്മൾ കണ്ടതാണ്. ഈ മകൻ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. പിതാവ് ഇവിടെ നിന്ന് വീട്ടിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോയി തനിക്ക് സമാധിയാകാനുള്ള സമയമായി എന്ന് പറഞ്ഞ് ഈ പത്മാസനത്തിൽ, ഈ പീഠത്തിൽ ഇരിക്കുകയും അതിനുശേഷം സ്വയം പ്രാണനെ സാംശീകരിച്ച് പ്രാണൻ വെടിയുകയുമായിരുന്നു എന്നാണ് മകൻ പറഞ്ഞിരുന്നത്. ആ ഇരിക്കുന്ന രീതിയിൽ തന്നെയാണ് മൃതദേഹം ഉണ്ടായിരുന്നത്. ഇനി അറിയേണ്ടത് ഈ ഗോപൻ സ്വാമി എപ്പോഴാണ് മരിച്ചത്, അതായത് മകൻ പറഞ്ഞ സമയത്ത് തന്നെയാണോ അദ്ദേഹം മരിച്ചത്, അല്ലെങ്കിൽ ഈ സ്ലാബിട്ട് മൂടിയതിനു ശേഷം ശ്വാസം തടസ്സപ്പെട്ടാണ് മരിച്ചത്, എപ്പോഴാണ്, എങ്ങനെയാണ് മരണകാരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അതിന് സമയമെടുക്കും. കാരണം അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കണം, രാസപരിശോധനാ ഫലം പുറത്തു വരണം. എന്തായാലും ആ നടപടിയിലേക്ക് പോലീസിന് കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞു. നേരത്തെ അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല, കാരണം വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. നിലവിൽ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഈ കല്ലറ പൊളിച്ച് നീക്കി അതിൽ നിന്നും മൃതദേഹം പുറത്തെടുത്തുന്ന വിവരം നമുക്ക് അവിടെ നിന്നും ലഭ്യമാകുന്നുണ്ട്. അവിടേക്ക് മാധ്യമങ്ങൾക്കോ പൊതുജനങ്ങൾക്കോ പ്രവേശനമില്ല. കൃത്യമായി തന്നെ അത് മറച്ച്, കല്ലറയും അതിന് ചുറ്റും കെട്ടിമറച്ച് ഒരു സ്വകാര്യത ഉണ്ടാക്കി, അല്ലെങ്കിൽ ആ സുരക്ഷാ ക്രമങ്ങൾ ഏർപ്പെടുത്തിയ ശേഷമാണ് ഈ മൃതദേഹം പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. നിലവിൽ എന്തായാലും ആ ക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി പോലീസിന്റെ സാങ്കേതികമായ കാര്യങ്ങൾ ചെയ്യണം. അതിനുശേഷമായിരിക്കും മൃതദേഹം മാറ്റുക. നിലവിൽ നേരത്തെ പറഞ്ഞത് ഇവിടെ പോസ്റ്റ്മോർട്ടം ഇവിടെ തന്നെ നടത്തും എന്നുള്ള കാര്യം ഒരു കാര്യമായി നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ആംബുലൻസ് തൊട്ടടുത്തേക്കായി എത്തിച്ചിട്ടുണ്ട്. നിലവിൽ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള തീരുമാനം പോലീസ് എടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും അതിനുള്ള കാരണമായി പറയുന്നത് കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടായിരുന്നു. അത്തരം പ്രതിഷേധമുള്ള സാഹചര്യത്തിൽ ഇവിടെ വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുന്നത് അത്ര സുരക്ഷിതമാണോ, മറ്റു പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചിരുന്നു. ആ കാരണം കൊണ്ടാകാം ഒരുപക്ഷെ മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൊണ്ടുപോകാനുള്ള തീരുമാനം പോലീസ് എടുത്തിട്ടുള്ളത്. എന്തായാലും മൃതദേഹം മെഡിക്കലിലേക്ക് മാറ്റും എന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. അത്തരമൊരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും ഏറെ കാത്തിരുന്ന ഒരു കാര്യം ഗോപൻ സ്വാമി ആ കല്ലറയ്ക്കുള്ളിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം അവിടെ ഉണ്ടോ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ട് എന്നാണ് പോലീസിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത് കണ്ടെത്തിയിരിക്കുന്നു. മൃതദേഹം ഇരിക്കുന്ന നിലയിലാണ് ഉണ്ടായിരുന്നത്. അത് അല്പസമയത്തുള്ള നടപടികൾ പൂർത്തിയാക്കി പുറത്തേക്ക് മാറ്റും. അതിന് അല്പസമയം എടുക്കും. പോലീസിന് സാങ്കേതികമായി ചില നടപടിക്രമങ്ങൾ പോലീസിന് പൂർത്തിയാക്കാറുണ്ട്. ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാറുണ്ട്. നിലവിൽ എന്തായാലും മകൻ പറഞ്ഞ, നേരത്തെ തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യം, ഈ പീഠത്തിൽ പിതാവ് ഇരുന്നതിന് ശേഷം അതിൽ ഭസ്മം ഇട്ടു, അതിനുശേഷം സുഗന്ധദ്രവ്യങ്ങൾ ഇട്ടു, അങ്ങനെ നെഞ്ചുവരെ അങ്ങനെ ആ സുഗന്ധദ്രവ്യങ്ങളും ഭസ്മവും അടക്കമുള്ള കാര്യങ്ങളിട്ട് മൂടിയ ശേഷമാണ് താൻ പിതാവിനെ ഈ സ്ലാബ് കൊണ്ട് മൂടി മറവ് ചെയ്തത്, സമാധിയാക്കിയെന്നാണ് മകൻ പറഞ്ഞത്. ഏകദേശം ആ രീതിയിൽ തന്നെയാണ് മൃതദേഹം ഉള്ളത് എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചന. എന്തായാലും നിലവിൽ എന്തായാലും അത്തരം ആ ഒരു കാര്യത്തിൽ പോലീസ് പറയുന്നത് മൃതദേഹം കണ്ടെത്തിയെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതിനിപ്പോൾ ഇനിയുള്ള നടപടി അതിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുക, ഫോറൻസിക് ഉദ്യോഗസ്ഥർ അവിടെയുണ്ട്, അവരുടെ നടപടികൾ പൂർത്തിയാക്കുക, തുടർന്ന് മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുക, അവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുക, രാസപരിശോധന ഫലം
ഫലം എന്തായാലും കുറച്ച് ദിവസങ്ങൾ എടുക്കും. എന്തായാലും ആ പരിശോധന ഫലം കൂടി വരുന്നതോടുകൂടിയാണ് ഈ മരണകാരണം കൃത്യമായി തന്നെ പറയാൻ കഴിയുന്നത്. എന്തായാലും ആളുകളുടെ സംശയം, പ്രത്യേകിച്ച് പ്രദേശവാസികൾ അടക്കമുള്ള ആളുകൾ പറഞ്ഞ സംശയം മരിച്ചതിന് ശേഷമല്ല, അദ്ദേഹത്തിന് ജീവനുള്ളപ്പോൾ തന്നെ ഈ സ്ലാബ് ഉപയോഗിച്ച് മൂടി എന്നുള്ളതാണ് പറയുന്നത്. കാരണം അതിന് പറയാൻ കാരണം തന്നെ കുറേ ദിവസങ്ങളായി അദ്ദേഹത്തിനെ പുറത്തേക്ക് കണ്ടിരുന്നില്ല. ഈ സമാധിയായി എന്ന പോസ്റ്റർ കാണുമ്പോഴാണ് അദ്ദേഹം മരിച്ച വിവരം അറിയുന്നത്. മാത്രമല്ല അദ്ദേഹം രക്തസമ്മർദ്ദമുള്ള ആളാണ്, പ്രമേഹമുള്ള ആളാണ്, ഇൻസുലിൻ എടുക്കുന്ന ആളാണ്, മരുന്നുകൾ കഴിക്കുന്ന ആളാണ്. അദ്ദേഹം പുറത്തേക്ക് അധികം കാണാറില്ല, അദ്ദേഹം കിടപ്പിലായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രദേശവാസികൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ഇത്ര ദൂരം നടന്ന്, വീട്ടിൽ നിന്നും ഏകദേശം 50 മീറ്റർ ദൂരമുണ്ട് ഈ കല്ലറയിലേക്ക്, അല്ലെങ്കിൽ അവർ പറയുന്ന സമാധി മണ്ഡപത്തിലേക്ക്, ആ മണ്ഡപത്തിലേക്ക് ഇദ്ദേഹം എങ്ങനെയാണ് സ്വയം നടന്നു വന്ന് അവിടെ ഇരിക്കുക എന്ന ചോദ്യമാണ് ഈ പ്രദേശവാസികൾ ഉന്നയിച്ചിരുന്നത്. എന്തായാലും നിലവിൽ ഈ നടപടിക്രമങ്ങൾ പോലീസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. മൃതദേഹം പുറത്തേക്ക് എടുക്കുന്നതിനുള്ള നടപടികൾ അവിടെ തുടരുന്നു. അതിനുശേഷം ഫോറൻസിക് ഉദ്യോഗസ്ഥരുണ്ട്, പോലീസുണ്ട്, അവരുടെ നടപടിക്രമങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കണം. അതോടൊപ്പം തന്നെ ഇതിൽ ഫോറൻസിക്കിന് അവരുടെ തെളിവുകൾ ശേഖരിക്കണം. അതോടൊപ്പം പിന്നീടായിരിക്കും ഈ മൃതദേഹം മാറ്റുന്ന നടപടികളിലേക്ക് കാര്യങ്ങൾ പോവുക. എന്തായാലും 8 മണിയോട് കൂടി നടപടികൾ ആരംഭിക്കും എന്നാണ് തുടക്കത്തിൽ പറഞ്ഞതെങ്കിൽ, പക്ഷേ ഇപ്പോൾ ആ നടപടിക്രമങ്ങൾ അതിനു മുമ്പേ തന്നെ, ഏറെ മുമ്പേ തന്നെ ആരംഭിക്കാൻ കഴിഞ്ഞു. കാരണം നേരത്തെ കോടതിയുടെ ഉത്തരവ് വന്നതിന് പിന്നാലെ, കോടതിയുടെ അനുകൂല നിലപാടിന് പിന്നാലെ പോലീസ് ഇന്നലെ തന്നെ തീരുമാനിച്ചിരുന്നു ഇന്ന് തന്നെ നടപടിക്രമങ്ങൾ ഏകദേശം 10 മണിക്ക് മുമ്പ് തന്നെ ഇത് പൂർത്തിയാക്കണമെന്ന് തീരുമാനമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പുലർച്ചെ തന്നെ ഏകദേശം 6 മണിക്ക് തന്നെ ഇവിടേക്ക് ഉദ്യോഗസ്ഥർ എത്തി, CI എത്തി, DYSP എത്തി. അതിനുശേഷം 7 മണിക്ക് ശേഷം RDOയുടെ ചുമതലയുള്ള സബ് കളക്ടർ OV ആൽഫ്രഡ് ഇവിടേക്ക് എത്തി. കഴിഞ്ഞ ദിവസമൊക്കെ അദ്ദേഹമാണ് ഇവിടെ കാര്യങ്ങൾ ഏകോപിപ്പിച്ചത്. അതിനുശേഷമാണ് ഈ നടപടിക്രമങ്ങൾ, മൃതദേഹം പുറത്തേക്ക് എടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയത്. നിലവിൽ എന്തായാലും ഏറ്റവും പുതിയ കാര്യം മൃതദേഹം കണ്ടെത്തി എന്നുള്ളതാണ്. അതിനുശേഷം ഇപ്പോൾ അത് പുറത്തേക്ക് എടുക്കുന്നതിനുള്ള നടപടികൾ തുടരുകയാണ്. അതിന് പത്രത്തിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം എന്നുള്ളത് കല്ലറയിൽ മൃതദേഹം കണ്ടെത്തി എന്നുള്ളതാണ്. മൃതദേഹം ഇരിക്കുന്ന നിലയിൽ ആണ് എന്നുള്ളതുമാണ് മനസ്സിലാകുന്നത്. നെഞ്ചുവരെ പൂജാദ്രവ്യങ്ങളുണ്ട്. അത്തരത്തിലൊക്കെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പുതുതായി വരുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അവിടെ വെച്ചായിരിക്കില്ല പോസ്റ്റ്മോർട്ടം, അത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഈ നാട്ടുകാർ ആരോപിക്കുന്നത് പോലെ, അല്ലെങ്കിൽ വലിയ ദുരൂഹത നിലനിൽക്കുന്നത് പോലെ മരിച്ചതിന് ശേഷമാണ് സമാധി, അങ്ങനെയാണെങ്കിൽ എപ്പോഴാണ് മരിച്ചത്, എന്താണ് മരണകാരണം, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിന് ബിനിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാസപരിശോധനകൾ, പോസ്റ്റ്മോർട്ടം, ഒപ്പം ഈ പറയുന്നത് പോലെ ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തിയാകേണ്ടതുണ്ട്. ഇതിനൊക്കെ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരിക. വലിയൊരു വിഷയത്തിന്റെ ദുരൂഹത മാറ്റാനുള്ള നടപടികളാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. ബിനിൽ, ഉടൻ തന്നെ മൃതദേഹം അവിടുന്ന് മാറ്റുമോ? അതിന് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുമെന്നാണ് കരുതുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആംബുലൻസ് തുറന്ന് സ്ട്രെച്ചർ അകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതായത് മൃതദേഹം പുറത്തേക്ക് എടുത്തു, ഇനിയിപ്പോൾ സ്ട്രെച്ചറിൽ മൃതദേഹം ആക്കിയ ശേഷം ആംബുലൻസിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതിന് കുറച്ച് സമയമെടുക്കും. കാരണം അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇൻക്വസ്റ്റ് നടപടികളുണ്ട് പോലീസിന്റെ. അവിടെയുള്ള പ്രാഥമികമായ നടപടികൾ സിനിമാസിലടക്കം പോലീസ് തയ്യാറാക്കണം. ഫോറൻസിക് ഉദ്യോഗസ്ഥരുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ കുറച്ച് സമയമെടുക്കും. പക്ഷേ മൃതദേഹം കണ്ടിരിക്കുന്നു, അത് ഇരിക്കുന്ന നിലയിലായിരുന്നു. സ്ട്രെച്ചർ എന്തായാലും ആംബുലൻസിൽ നിന്നും അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഏകദേശം ഉറപ്പിക്കാവുന്ന ഒരു കാര്യം, മൃതദേഹം ഇവിടെ നിന്നും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമെന്നുള്ളതാണ്. അവിടെയാകും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ. നേരത്തെ പറഞ്ഞ രാസപരിശോധനയ്ക്ക് ആവശ്യമായുള്ള ആന്തരികാവയവങ്ങളുടെ സാമ്പിളുകളൊക്കെ ശേഖരിക്കുക മെഡിക്കൽ കോളേജിൽ വെച്ചായിരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം അതിനുള്ള കാരണം ഇതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിഷേധം, സംഘർഷം മൃതദേഹം അഴുകിയ നിലയിലാണ്, പ്രദേശത്ത് വലിയ രൂക്ഷഗന്ധമുണ്ട്, അങ്ങനെയൊക്കെ വിവരങ്ങൾ വരുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ 7 ദിവസമായി ഈ സംഭവം ഉണ്ടായിട്ട്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ ഇത്രയും ദിവസം പിന്നിട്ടിരിക്കുന്നു. അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പ്രശ്നങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ മാധ്യമങ്ങളടക്കം അല്പം ദൂരേക്ക് മാറ്റിയിട്ടുള്ളത്. ആ മൃതദേഹം പുറത്തേക്ക് എടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് ഏകദേശം പോലീസ് ഉറപ്പിച്ചിരുന്നു. അഴുകിയ നിലയിലായിരിക്കും മൃതദേഹമെന്ന് ഉറപ്പിച്ചിരുന്നു. അതിനുള്ള മുൻകരുതലൊക്കെ എടുത്തുകൊണ്ട് തന്നെയാണ് പോലീസ് ഇവിടേക്ക് വന്നതും മൃതദേഹം പുറത്തേക്ക് എടുക്കുന്നതും. എന്തായാലും മൃതദേഹം കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഗോപൻ സ്വാമിക്ക് എന്ത് സംഭവിച്ചു, അദ്ദേഹത്തെ കാണാനില്ല എന്നൊരു പരാതിയാണ് തുടക്കം മുതൽ ഉന്നയിച്ചതെങ്കിൽ മകൻ പറഞ്ഞത് സമാധിയായി, ഇതായി കല്ലറയിൽ മണ്ഡപത്തിൽ അദ്ദേഹം സമാധിയായി എന്ന് പറയുകയും ചെയ്തു. എന്തായാലും ആ മണ്ഡപത്തിൽ അദ്ദേഹത്തെ കണ്ടെത്തിയിരിക്കുന്നു. ആ കല്ലറയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇരിക്കുന്ന നിലയിലായിരുന്നു ആ മൃതദേഹം ഉണ്ടായിരുന്നത്. ആ മൃതദേഹം പുറത്തേക്ക് എടുക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നേരത്തെ അതിന് പറഞ്ഞതുപോലെ കഴിഞ്ഞ 7 ദിവസമായി മൃതദേഹം അഴുകി തുടങ്ങിയിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ രൂക്ഷമായ ഗന്ധമൊക്കെ പ്രദേശത്ത് ഉണ്ട്. നിലവിൽ എന്തായാലും ഈ പ്രദേശത്ത് നിന്നും ആളുകളെ, അതായത് തൊട്ടടുത്തു നിന്നും ആളുകളെ നിർത്തിയിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ്, ഫോറൻസിക് ഉദ്യോഗസ്ഥർ മാത്രമാണ്. അതോടൊപ്പം തന്നെ ഈ മറ്റ് ഉദ്യോഗസ്ഥരുണ്ട്, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടേക്ക് ഉണ്ട്. നിലവിൽ എന്തായാലും നടപടിക്രമം പൂർത്തിയായിരിക്കുന്നു. ഇനി പോലീസിന്റെ സാങ്കേതികമായ കാര്യങ്ങളുണ്ട്. അതിനുശേഷമാകും മൃതദേഹം ഇവിടെ നിന്നും മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിക്കുക. ഇതിനുശേഷം ഈ ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം അടക്കം വന്നതിന് ശേഷമായിരിക്കും മറ്റ് നിയമ നടപടികളിലേക്ക് പോലീസ് മുന്നോട്ട് പോവുക. കാരണം ഗോപൻ സ്വാമി മരിച്ച സമയം, ഈ മകൻ പറഞ്ഞ സമയത്ത് തന്നെയാണോ അദ്ദേഹം മരിച്ചത് എന്നുള്ള കാര്യം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണവും മരണസമയവും അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ആ കണ്ടെത്തിയതിനു ശേഷമാകും മറ്റ് നിയമ നടപടികളിലേക്ക് പോവുക. ഇതിൽ അസ്വാഭാവിക മരണം എന്ന് തന്നെ പോലീസിന് ആദ്യഘട്ടം മുതൽ അനുമാനിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കളക്ടറുടെ അനുമതിയോടുകൂടി പൊളിക്കാൻ വേണ്ടി വന്നത്. ഏറ്റവും വിചിത്രമായ കാര്യം, ഈ ഗോപൻ സ്വാമി മരിച്ച വിവരം ഇവിടെ ഈ സമീപ പ്രദേശത്ത് തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസികൾ പോലും അറിയുന്നില്ല. അവർ ഈ പോസ്റ്റർ ഒട്ടിച്ചതിന് ശേഷം അത് കാണുന്നു. അപ്പോൾ ഇദ്ദേഹം മരിച്ചുപോയോ എന്നപ്പോൾ അപ്പോഴാണ് ഇവർ ചിന്തിക്കുന്നത്. പക്ഷേ ആരും അറിഞ്ഞിട്ടില്ല, മകൻ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാണ് അവർ പറയുകയും ചെയ്തത്. എന്തായാലും അതിൽ അസ്വാഭാവികത അയൽവാസികൾ തോന്നി പരാതിയുമായി പോകുന്നു. അപ്പോഴും പറയുന്നത്, ചില ആളുകൾ പറയുന്നത്, ഇത്രയും അസുഖമുള്ള ആൾ എങ്ങനെയാണ് സ്വയം നടന്ന ഈ മണ്ഡപം വരെ അല്ലെങ്കിൽ ഈ കല്ലറ വരെ എത്തുക എന്നുള്ള ചോദ്യം അവർ ചോദിച്ചിരുന്നു. മാത്രമല്ല ഇതിൽ അസ്വാഭാവികതയുണ്ട്. മരണശേഷമല്ല, അതിന് മുന്നേ തന്നെ അദ്ദേഹത്തിന് ജീവനുള്ളപ്പോൾ തന്നെ സ്ലാബിട്ട് മൂടി അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയായിരുന്ന ആരോപണം പോലും പ്രദേശവാസികൾ ഉന്നയിച്ചു. എന്തായാലും അത്തരം ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ അല്ലെങ്കിൽ ആ ആരോപണങ്ങൾ വസ്തുതയുണ്ടോ എന്ന് അറിയണമെങ്കിൽ നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്തായാലും വരണം. നിലവിൽ ആദ്യഘട്ടത്തിൽ മകൻ പറഞ്ഞ ഒരു കാര്യം, ഇതിൽ മരണശേഷമാണ് പിതാവിനെ സ്ലാബിട്ട് മൂടിയത്. നിലവിൽ എന്തായാലും അദ്ദേഹം പറഞ്ഞ ആ വാക്കൊക്കെ ഇങ്ങനെയാണ് ഉപയോഗിച്ചത്. അദ്ദേഹം വന്ന് ഈ പീഠത്തിലിരിക്കുന്നു, പത്മാസനത്തിലിരിക്കുന്നു, അതിനുശേഷം സ്വയം പ്രാണനെ സ്വാംശീകരിച്ച് പ്രാണൻ വിടിയുകയാണ് ചെയ്തതെന്നാണ് അദ്ദേഹം ഇളയ മകൻ പൂജാരി കൂടിയായ മകൻ വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും മകൻ പറഞ്ഞ പ്രകാരം ഒരു കാര്യം ശരിയാണ്. കാരണം അദ്ദേഹത്തിന്റെ മൃതദേഹം അതിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഈ സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടായിരുന്നു, ഭസ്മം ഉണ്ടായിരുന്നു, അതിന്റെ അവശേഷിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. എന്തായാലും നിലവിൽ എന്തായാലും പോലീസിന്റെ ആ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷമാകും മൃതദേഹം മാറ്റുക. എന്തായാലും മൃതദേഹം കല്ലറയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇപ്പോൾ കല്ലറയിൽ നിന്ന് മൃതദേഹം പുറത്ത് എടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 7 ദിവസമായി. അതുകൊണ്ട് തന്നെ മൃതദേഹം അഴുകിയ നിലയിലാകാനുള്ള സാധ്യതയുണ്ട്. പ്രദേശത്ത് അതുമായി ബന്ധപ്പെട്ട രൂക്ഷ ഗന്ധമാണ് എന്നുള്ളതാണ്. ഈ വിഷയം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഈ മകൻ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ തന്നെ ഈ കല്ലറയ്ക്കുള്ളിൽ നിറയെ പൂജാദ്രവ്യങ്ങളായിരുന്നു, ഈ നെഞ്ചുവരെ പൂജാദ്രവ്യങ്ങളാണ് എന്നൊക്കെയുള്ളതാണ്, ഇരുത്തിയ നിലയിലായിരുന്നു മൃതദേഹം എന്നൊക്കെയുള്ളതാണ് ഈ കല്ലറ പൊളിച്ചു പരിശോധിക്കുമ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഇനി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകേണ്ടതുണ്ട്. അതിനുശേഷം മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കുന്നത്. ആ നടപടികളിലേക്കാകും ഇനി പോലീസ് കടക്കുക.